What's happening, people? This is Likudan. Welcome back to a new video. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു അനസ്തെറ്റിക് പ്രാക്ടീഷണർ നമുക്ക് യു കെയിലാവാന്നുള്ളതാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഫ്രം കേരള. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടിയെന്നുള്ള എൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാടാണ്. ഞാൻ ഡിഗ്രി കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലൊരു 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് പ്രോസസ്സിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് അങ്ങനെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ കേരള രജിസ്ട്രേഷനാണ് ചെയ്തത്. കേരള ട്രിവാൻഡ്രത്തെ AHB എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ UK രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്, അതായത് HCPC രജിസ്ട്രേഷൻ. HCPC രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രൊവിഷണല്, അങ്ങനെ കോളേജിൽ നിന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പിന്നെ നമ്മൾ ജോലി കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, AHPയുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ സ്ക്രബ് സൈഡ് നിൽക്കുന്നുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേണം. അങ്ങനെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ സെറ്റാക്കാൻ ഞാൻ HCPC രജിസ്ട്രേഷൻ ചെയ്തു. HCPC രജിസ്ട്രേഷൻ എനിക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് 2025 24 എൻഡ് ആ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആയെന്ന് എമൗണ്ട്, ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു 71,000 അത്രയൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേയ്മെൻറ്റ് എനിക്ക് വന്നത് ഒരു മാർച്ച് എൻഡ് ആ ഒരു സമയത്താണ് വന്നത്. കാരണം മറ്റുള്ളവരെക്കാളും എനിക്ക് കുറച്ച് നേരത്തെ എനിക്ക് എൻ്റെ HCPC രജിസ്ട്രേഷൻ എനിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊരു 30,000 അത്ര എനിക്ക് വന്നായിരുന്നു എമൗണ്ട്. ഇത് ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ ചെയ്യണ സമയത്തെ കറൻസി റേറ്റും പിന്നെ അവരുടെ സ്ക്രൂട്ടിനി ഫീയുടെ വ്യത്യാസമൊക്കെ വരും കിട്ടും. അങ്ങനെ നമുക്ക് പിന്നെ എനിക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഫർദർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അത് വന്നു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് അവരുടെ മെയിലിൽ റിപ്ലൈ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. HCPC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് NHSൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. NHSൽ ഞാൻ അപ്ലൈ ചെയ്യാണ്ട് NHS ട്രാക്ക് ജോബ്സും പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ CV നമ്മൾ ഓൾറെഡി ആ വെബ്സൈറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിടുവാണ്. ഞാൻ ബാൻഡ് 5 ആണ് നമുക്ക് ഇവിടെ UK നമുക്ക് ജോലി കിട്ടുന്നത്. അനസ്തെറ്റിക് ODP എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം പറയുന്നത് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നൊരു ഇതാണ് ഫീൽഡിലാണ് പറയുന്നത്. ഇത് ബോത്ത് ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പുതിയ റൂള് പ്രകാരം 2025 അപ്ലൈ ചെയ്യണവർക്ക് IELTS മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ലാംഗ്വേജ് ക്രൈറ്റീരിയ സ്കോറ് അത് കറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം റൂൾസ് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് NHS ട്രാക്ക് ജോബ്സ് വെബ്സൈറ്റിൽ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ CV ക്രിയേറ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ എവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ എവിടെ ജോലി ചെയ്യുന്നത്, HOD, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ജോബിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജോബിലുള്ള, അങ്ങനെ ഇത്രയും വേർഡ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ അതിൽ ജസ്റ്റ് പിന്നെ നമുക്ക് ഇവിടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ ഫില്ല് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് നമ്മളെ ഓരോ നമ്മുടെ ബാൻഡ് 5 ജോലികൾ ഇങ്ങനെ ഓരോ നമ്മൾ നോക്കിക്കഴിഞ്ഞുമ്പോൾ നമ്മുടെ കാണിക്കുന്നു ഓരോ ഹോസ്പിറ്റലുകളിൽ. ആ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് അവരുടെ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണോ, അതായത് ഈ ഫില്ല് ചെയ്ത് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണോ, അതോ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ CV യൂസ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫ്യൂച്ചറിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറേ റിജക്ഷനൊക്കെ വന്നു. കാരണം
എന്നെപ്പോലെ കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവരെനിക്കൊരു മെയിൽ വന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അപ്പോയിൻമെൻറ്റിനുള്ളൊരു ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റും ടൈമും എടുത്തു, സ്ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവർ തിരിച്ച് മെയിൽ അയച്ചു. ഇവിടെ വന്നിട്ട് വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു, ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ബിക്കോസ് എനിക്ക് വിസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ എനിക്ക് അവർ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആദ്യം ഒരു 2 സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ഹോസ്പിറ്റലിൽ നിന്ന്. ഫസ്റ്റത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല, രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടി. ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് ചോദിച്ചത് ബേസിക് കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പേഷ്യൻ്റ് സേഫ്റ്റി, നിങ്ങൾ എങ്ങനെ ഒരു കേസ് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വേറെ കുറേ രീതിയിലുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അന്ന് തന്നെ വൈകുന്നേരം എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. സെലക്റ്റായിട്ട് ഉള്ള മെയിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ COS അവർ സ്പോൺസർ ചെയ്യണമല്ലോ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആയതുകൊണ്ടേ, ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ സ്പോൺസർ ചെയ്യാനായിട്ട് COS എന്ന് പറഞ്ഞത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അവർ മെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്നുള്ളത്. പാസ്പോർട്ടിൻ്റെ നമ്മളിപ്പോൾ നിങ്ങളുടെ എല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അയക്കുമ്പോൾ PDF ആയിട്ട് നമ്മൾ തന്നെ അയക്കണം. പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഫസ്റ്റത്തെ 2 പേജിൻ്റെ ആയിരുന്നു ഞാൻ കൊടുത്തായിരുന്നത്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പിന്നെ നാട്ടിലെ രജിസ്ട്രേഷൻ്റെ ഇത് ചോദിച്ചു, HCPCയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ അടുത്ത് ഇത്ര ചോദിച്ചു. ഡിപ്പെൻസ് അപ്പോൺ ഹോസ്പിറ്റൽ വേരി ചെയ്തിരിക്കട്ടെ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് എടുത്തായിരുന്നു. നമുക്ക് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് COSന് അവർ റിലീസ് ചെയ്യാനായിട്ട്. COS റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എനിക്ക് COS ഇമെയിലിൽ വന്നു. ഇമെയിലിൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത എനിക്ക് അവർ എൻ്റെ ഇടയ്ക്കൊരു ജസ്റ്റ് ഒരു ക്വറി നടത്തിയായിരുന്നു. കാരണം ഹെൽത്തിൻ്റെ ഇതൊക്കെ ചോദിച്ചിട്ട് അത് ജസ്റ്റ് ഒരു ടിക്ക് ചെയ്തിടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്തെങ്കിലും നമ്മൾ ചെറുപ്പത്തിലെടുത്ത വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് വിസക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. വിസക്ക് അപ്ലൈ ചെയ്യാനേക്കാൾ മുന്നേ എനിക്ക് ലാംഗ്വേജിൻ്റെ ഇത് വേണമായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത് UKVI ആണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പഠിച്ചത് തമിഴ്നാടാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ പ്രൈമറി ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്, കോളേജിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സെയിം സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കോളേജിൽ നിന്നുള്ള എൻ്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ കോളേജിൽ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് അതിനെനിക്ക് ആയതൊരു 30,000 ഇന്ത്യൻ മണി അത്ര എനിക്ക് ആയത് UKVI ചെയ്യാനായിട്ട്. അതിന് പാസ്പോർട്ട്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്, പിന്നെ COS അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചെയ്യണം. എനിക്ക് UKVI HCPC രജിസ്ട്രേഷനൊക്കെ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയാണ് എനിക്ക് ചെയ്ത് തന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാംഗ്വേജിൻ്റെ ഇത് ടെസ്റ്റ് കിട്ടി. അത് നമുക്ക് ജസ്റ്റ് വേറെ ഒന്നുമില്ല, അവർ ജസ്റ്റ് ഒന്ന് റെഫറൻസ് ചെയ്തിട്ട് അവർ തന്നെ ഒരു ഔട്ട്കം ഉണ്ടാക്കി നമുക്ക് തന്നെ. നമ്മൾ വേറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമിഗ്രേഷൻ സാലറിസ്റ്റിലുള്ള ജോബായിരിക്കണം നമ്മുടെ ജോബ്. അങ്ങനെ വിസക്ക് അപ്ലൈ ചെയ്തു. വിസ എനിക്കൊരു 1 മന്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. ഈ UKVI കിട്ടാനായിട്ടും എനിക്ക് ഏകദേശം 2-3 ആഴ്ച സമയം എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഇതിൻ്റെ കോഡ് അയച്ചു കൊടുത്തു. വിസയാണ് എനിക്ക് കിട്ടിയത്. വിസ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ പോലീസ് ക്ലിയറൻസൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് അവർ നമ്മുടെ അടുത്ത് നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് കിട്ടി. എനിക്ക് വിസ വന്നു കഴിഞ്ഞിട്ട്
നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലിലെ HR ടീമിന്, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ ഇങ്ങനെ പറഞ്ഞു, ചോദിച്ചു. പിന്നെ ഞാൻ കറൻ്റ്ലി അപ്പോൾ വർക്കിംഗ് ആയിരുന്നു. ഞാൻ കറണ്ട് ജോബ് അവർ COS കിട്ടി എല്ലാം സെറ്റ് ആവണ വരെ അവർ കറണ്ട് ജോബ് റെസിഗ്നേഷൻ കൊടുക്കരുത് എന്ന് അവർ പ്രത്യേകം COSൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UK ജോബ് കിട്ടി എന്നോർത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റെസിഗ്നേഷൻ കൊടുക്കരുത്. കാരണം വിസ റിജക്ഷനും കാര്യങ്ങളൊക്കെ വരാം അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എൻ്റെ പുതിയ NHS ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൺഫർമേഷൻ ഒന്ന് കറണ്ട് ജോബ് ലീവ് ചെയ്തോ എന്നുള്ളത്. ഞാൻ റെസിഗ്നേഷൻ ഇട്ടു, 1 മന്ത് റെസിഗ്നേഷൻ ഇട്ടു, 1 മന്ത് ഇറങ്ങി. ഞാൻ 1 മന്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസമായിരുന്നു ഫ്രീ ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ എനിക്ക് നാട്ടിൽ ഞാൻ 12 hour ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്യാപ്പിൽ ഞാൻ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ പാക്ക് ചെയ്തു. ഒക്കെ അവർ എൻ്റെ NHS ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2 month അക്കോമഡേഷൻ എനിക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ എയർപോർട്ട് പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൽ ഒരാൾ എന്നെ ഫുൾ ത്രൂ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്നുള്ളത്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എത്തി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുതിയ സ്ഥലം അടിപൊളിയാണ്, പുതിയ വർക്കിംഗ് സ്പേസും അടിപൊളിയാണ്, മലയാളീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുറത്തേക്കൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.